പ്രിയപ്പെട്ടവരെ, ഞാൻ ദേവരാജ് അമ്പലവയൽ. ഇത് എൻ്റെ സ്വന്തം നാട് വയനാട്ടിലെ അമ്പലവയൽ. അപ്പോൾ അമ്പലവയലിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും കേരള കാർഷിക സർവകലാശാലയും കൂടെ സംയുക്തമായി നടത്തുന്ന പൂപ്പൊലി ഫ്ലവർ ഷോ അന്താരാഷ്ട്ര പുഷ്പമേളയുടെ 8ാമത്തെ എഡിഷൻ പൂപ്പൊലി 2024, പൂപ്പൊലി 2024. അതിൻ്റെ കവാടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പൂപ്പൊലി 2024 ഈ കവാടാണ് കാണുന്നത്. രാവിലത്തെ സമയമാണ്. ഇപ്പം എല്ലാവരും എത്തി വരുന്നുള്ളൂ. രാവിലത്തെ ഇതിൻ്റെ പ്രവേശന സമയം ജനുവരി 1 മുതൽ ജനുവരി 15 വരെ 2024 ഇത് നടക്കുന്നത്. അപ്പോൾ രാവിലെ 9:30 മുതൽ രാത്രി 8:30 വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പൂപ്പൊലി കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇത് ഏകദേശം 12 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒന്നും ഒതുങ്ങാത്തതുകൊണ്ട് ഇതിൻ്റെ കവറേജ് ഞാനൊരു 4-5 വീഡിയോസായി ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് വെറുതെ ഒന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രം കവർ ചെയ്ത് പോവുകയാണ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ പൂപ്പൊലി എല്ലാവർക്കും, ഒരു കൃഷിക്കാർക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാ ഫാമിലിക്കൊക്കെ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. മനസ്സിനും കണ്ണിനുമൊക്കെ അത്രയും നല്ലൊരു കാഴ്ചയാണ്. നമ്മളെന്തായാലും ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത്രയുമെങ്കിലും നമുക്കൊരു കാർഷിക സർവകലാശാലയും ഒരു അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും കൂടെ ഒരുക്കി ഈ ഒരു കാഴ്ച നമ്മളൊരു കുടുംബമായി വന്ന് എല്ലാവരും കണ്ട് പോകേണ്ട തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ചയാണ്. നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു നല്ലൊരു കാഴ്ച തന്നെയാണത്. നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ് സാർ ഉദ്ഘാടനം ചെയ്ത ഈ ഫ്ലവർ ഷോ ഇപ്പം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതാണ്. സാധാരണ കൃഷിക്കാർക്ക് അതിൻ്റെ ഓരോ കൃഷിയുടെ പറ്റിയിട്ടുള്ള കാർഷിക മേഖലയെ പറ്റിയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ അവർക്ക് പരിചയപ്പെടുത്താനും വിത്തിനങ്ങളെ പറ്റി പഠിക്കാനും പിന്നെ അങ്ങനെ എല്ലാവിധ സെമിനാറുകൾ അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും കർഷകർക്ക് ഗുണമുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. കലാമത്സരങ്ങൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെൻറ്റ് പാർക്ക്, പെറ്റ് ഷോ, പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ഓപ്പൺ സ്റ്റേജിൽ പ്രോഗ്രാമുകളുണ്ട്. ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ഇതിന് വയനാട്ടിൽ നിന്ന് മാത്രമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇതിനൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ടൗണിലുണ്ട്. നല്ല രീതിയിൽ പൂക്കളുടെ ഇതൊരു രഥം ഒരുക്കിയിരിക്കുകയാണ്. പൂക്കൾ കൊണ്ടുള്ളൊരു രഥമാണ്. കുറേ പല വെറൈറ്റിയിൽ, എല്ലാ പൂക്കളുടെ ഒന്നും പേരുകൾ അറിയില്ല. ഗ്ലാഡിയോലസ്, ആസ്റ്റർ, മാരിഗോൾഡ്, പെറ്റൂണിയ, ഡെൻഫീനിയ, പാൻസി, ട്യൂബ് റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ അവിടെ എഴുതി വെച്ച പേരുകൾ ഇപ്പോൾ പറഞ്ഞാണ്. സാൽവിയ, ഫ്ലോക്സ്, അങ്ങനെ പല വെറൈറ്റികളും. ഈ പൂപ്പൊലിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഓരോന്നിലും ഓരോ ഹൈലൈറ്റുകളാണ് വരാറ്. ഇതിൽ വെർട്ടിക്കൽ ഗാർഡൻസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കലായിട്ടൊരു കപ്പ്, വെർട്ടിക്കലായിട്ടൊരു ടാപ്പ്, വെർട്ടിക്കലായിട്ടൊരു കൈപ്പത്തിയിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകുന്ന രീതിയിൽ, അങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെന്തായാലും നമ്മളൊന്ന് കാണുക. ഇതിൻ്റെ ഫസ്റ്റ് ഒരു വോളിയം മാത്രം ഞാനൊരു വോളിയമായിട്ടാണ് അടുത്ത ദിവസങ്ങളിലായിട്ടൊരു 4-5 വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആണ്. വെറുതെ ഒന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്തുള്ളൂ. സ്റ്റാളുകളൊക്കെ, പ്രദർശന സ്റ്റാളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സ്റ്റാളുകളൊന്നും കവർ ചെയ്തില്ല. അതേപോലെ ചുരുങ്ങിയ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇട്ടുള്ളൂ. പശ്ചാത്തലത്തിൽ ട്രെയിനും കാര്യങ്ങളും ഇഷ്ടംപോലെ സംഭവങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ചുരുങ്ങിയ ഇതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. പൂപ്പൊലി 2024 നല്ലൊരു എല്ലാവർക്കും ഒരു കുടുംബസമേതമായി വന്ന് കൃഷിയെയും പൂക്കളെയൊക്കെ പരിചയപ്പെടുത്താം. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഈ കാണുന്ന ഒരു കലാരൂപം, ഒരു തെയ്യത്തിൻ്റെ മോഡലിൽ നല്ല രീതിയിൽ ഇതുപോലെ കുട്ടികളുടെ പാർക്കുകളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ വീഡിയോ കവർ ചെയ്തില്ല. ഇത് പ്രദർശന സ്റ്റാൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. സ്റ്റാളുകളൊക്കെ അത്രയും 100 കണക്കിന് സ്റ്റാളുകളുണ്ട്. എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. എല്ലാ വെറൈറ്റിയിലുള്ള ഇപ്പോൾ ചെടിവർഗ്ഗങ്ങൾ മുതൽ, അതേപോലെ പല ഡോക്ടർ മൂപ്പൻസ്, പിന്നെ നമ്മുടെ ആസ്റ്റർ വിംസിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റാളുകൾ മുതൽ, കാർഷിക സർവകലാശാലയുടെ വിൽപ്പന സ്റ്റാളുകൾ മുതൽ പല സ്റ്റാളുകൾ, അതേപോലെ കടലിൻ്റെ അടിയിലത്തെ ലോകം എന്ന് പറഞ്ഞിട്ട് അക്വാ ഷോ ഒക്കെ ഉണ്ട്. പിന്നെ അമ്പലയിലത്തെ ഗോവിന്ദൻ ആശാൻ്റെ അമ്പെയ്ത്ത്, അങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റികൾ കുറേ പറയാനുണ്ട്. മൃഗശാലകളുണ്ട്, പെറ്റ് ഷോകളുണ്ട്, കണ്ടമാന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഫുഡ് കോർട്ടുകളും അങ്ങനെ എല്ലാവരും കുട്ടികൾക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ദൃശ്യ വിരുന്നാണ്. ഇത് സ്റ്റാളിൻ്റെ ഒരു എൻട്രി ഭാഗമാണ്. സ്റ്റാളുകളിലേക്കൊക്കെ കണ്ടമാനം കാണാനുണ്ട്. എല്ലാ രീതിയിലും പല രീതിയിലുള്ള കാഴ്ചകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ കറക്റ്റ് പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഗൂഗിളിൽ വെറുതെ പൂപ്പൊലി വയനാട്, ഇതിപ്പോൾ സ്റ്റാളിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്.
പൂപ്പൊലി വയനാട് റൂട്ട് കറക്റ്റായിട്ട് കാണിക്കും. കോഴിക്കോട് നിന്ന് വരുന്നവർക്കും മൈസൂരിൽ നിന്ന് വരുന്നവർക്കും എല്ലാവർക്കും നമ്മൾ ആ സൈറ്റിൽ നോക്കിയാൽ ഇതിൻ്റെ കാർഷിക സർവകലാശാലയുടെ പൂപ്പൊലി 2024 വയനാട് എന്ന് നോക്കിയാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ വീഡിയോ ബാക്കി ഇത് സ്റ്റേജിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഞാൻ കാണുന്ന സ്റ്റേജൊക്കെയാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. റൈഡുകളൊക്കെ അവിടെ ഉണ്ട്. ജെയിൻറ്റ് വീല് അങ്ങനത്തെ പല റൈഡുകളുണ്ട്. ഫുഡ് കോർട്ട് ഇതിൻ്റെ ബാക്കിലാണ്. ഇവിടെയാണ് അക്വാ ഷോ നടക്കുന്നത്. ഇതാ ഇവിടെ കടലിൻ്റെ അടിയിലത്തെ കാഴ്ചകൾ. ഓക്കെ, താങ്ക് യു ദേവരാജ് അമ്പലവയൽ.